Good morning. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റയെ പറ്റിയിട്ടാണ്. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡാറ്റ എന്ന് പറയുന്നതാണ് നമ്മളെ സ്റ്റഡിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഡാറ്റനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളൊരു കൺക്ലൂഷനിൽ എത്താനുള്ളത്. ഇപ്പോൾ നമ്മളൊരു സർവേ കണ്ടക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സെൻസസ് എന്ത് കണ്ടക്ട് ചെയ്യുകയാണെങ്കിലും നമ്മൾ ഡാറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡാറ്റയിൽ നിന്ന് നമുക്ക് പെട്ടെന്നൊരു കൺക്ലൂഷനിലേക്ക് എത്തണമെങ്കിൽ അതിനെ നമ്മളൊന്ന് ക്ലാസിഫൈ ചെയ്യണം, ഒന്ന് റീഅറേഞ്ച് ചെയ്യണം. ഓരോ ക്യാരക്ടറിസ്റ്റിക്സ് അനുസരിച്ച് നമ്മൾ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന പ്രോസസ്സിനാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മളെ പ്രോസസ്സിനാണ്, നമ്മൾ അറേഞ്ച് ചെയ്യുന്ന പ്രോസസ്സിനാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ക്ലാസിഫൈ ചെയ്യുന്നതിന് മുമ്പുള്ള ഡാറ്റനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റോ ഡാറ്റ എന്നുള്ളത്. ആ റോ ഡാറ്റനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുക, ഓരോ ക്യാരക്ടറിസ്റ്റിക്സ് അനുസരിച്ചിട്ട് അതിനെ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ആയിട്ട് അറേഞ്ച് ചെയ്യും. ആ പ്രോസസ്സിനെയാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. മെയിൻ ഫങ്ഷൻ ഈ ക്ലാസിഫിക്കേഷൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് ഡാറ്റനെ കണ്ടൻസ് ചെയ്യുക എന്നുള്ളതാണ്. കുറച്ചും കൂടി സിമ്പിളാക്കുക, അതേപോലെ എന്തെങ്കിലും സിമിലാരിറ്റീസ് ഡിസിമിലാരിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനും കുറച്ചും കൂടി ഈസി ആയിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടും എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാനും നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാനും ഒക്കെ നമ്മൾ ഡാറ്റ ക്ലാസിഫൈ ചെയ്താലാണ് പറ്റുക. ഇനി നമ്മൾ ഈ ക്ലാസിഫൈ ചെയ്യുന്ന ഡാറ്റനെ ടേബുലർ ഫോമിലാണ് ക്ലാസിഫൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ടാബുലേഷൻ എന്നാണ് വിളിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡാറ്റനെ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ആയിട്ട് അറേഞ്ച് ചെയ്യുന്ന പ്രോസസ്സാണ്. ഇങ്ങനെ അറേഞ്ച് ചെയ്താണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും, ഡാറ്റ കൂടുതൽ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഡാറ്റയിലുള്ള സിമിലാരിറ്റീസൊക്കെ പോയിൻ്റ് ഔട്ട് ചെയ്യാൻ കഴിയും. പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ് തമ്മിൽ കമ്പയർ ചെയ്യാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും. പിന്നെ എന്തെങ്കിലും കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ കഴിയും. പിന്നെ നമ്മൾ പറഞ്ഞു ടാബുലേഷന് വേണ്ടിയിട്ടും ഹെൽപ്ഫുള്ളാണ് ഈ ക്ലാസിഫിക്കേഷൻ എന്നുള്ളത്. അപ്പോൾ എന്തിൻ്റെയൊക്കെ ബേസിൽ നമുക്ക് ഡാറ്റനെ ക്ലാസിഫൈ ചെയ്യാന്നുള്ളത് നോക്കാം. നമുക്ക് വേരിയബിളിൻ്റെ നേച്ചറിൻ്റെ ബേസിൽ ഒരു ഡാറ്റനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ സോഴ്സസ് ഓഫ് കളക്ഷൻ, എന്ത് ബേസിലാണ് ഡാറ്റ കളക്ട് ചെയ്തത് അതിൻ്റെ ബേസിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. പ്രസൻറ്റ് ചെയ്യുന്നതിൻ്റെ ബേസിൽ അല്ലെങ്കിൽ കണ്ടൻറ്റിൻ്റെ ബേസിൽ ഒക്കെ നമുക്ക് ഒരു ഡാറ്റനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. വേരിയബിളിൻ്റെ നേച്ചറിൻ്റെ ബേസിൽ നമുക്ക് എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാൻ കഴിയാം? ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ, ക്വാളിറ്റേറ്റീവ് ഡാറ്റ, ഡിസ്ക്രീറ്റ് ഡാറ്റ, കണ്ടിന്യൂസ് ഡാറ്റ, ക്രൊണോളജിക്കൽ ഡാറ്റ ഓർ ജിയോഗ്രഫിക്കൽ ഡാറ്റ. ഇങ്ങനെ 6 രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഇതിൽ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്താ, ക്വാളിറ്റേറ്റീവ് എന്താ, ഡിസ്ക്രീറ്റ് എന്താ, കണ്ടിന്യൂസ് എന്താ എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നു. ഇനി പറയാത്ത കാര്യങ്ങൾ ക്രൊണോളജിക്കൽ ഓർ ടെമ്പറൽ ഡാറ്റയും ജിയോഗ്രാഫിക്കൽ ഓർ സ്പേഷ്യൽ ഡാറ്റയാണ്. അത് ഒന്ന് ടൈമിനെ ബേസിലുള്ള ഡാറ്റയും രണ്ടാമത്തെ ജിയോഗ്രാഫിക്കൽ ഏരിയനെ ബേസ് ചെയ്തിട്ടുള്ളതുമാണ്. പിന്നെ ഡാറ്റൻ്റെ സോഴ്സിനെ ബേസിൽ നമുക്കറിയാം പ്രൈമറി ഡാറ്റ, സെക്കൻഡറി ഡാറ്റ, അങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ ബേസിസ് ഓഫ് പ്രസൻറ്റേഷൻ, ഗ്രൂപ്പ്ഡ് ഡാറ്റ, അൺഗ്രൂപ്പ്ഡ് ഡാറ്റ, അത് നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. പിന്നെ കണ്ടൻറ്റിൻ്റെ ബേസിലുള്ളതുമാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് ഓരോന്ന് എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ നമ്മൾ പറഞ്ഞു ന്യൂമറിക്കൽ വാല്യൂസിലുള്ളതാണ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ. ഏജ്, വെയ്റ്റ്, ഹൈറ്റ്, മാർക്ക്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഈ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റൻ്റെ അണ്ടറിലാണ് വരാം. കണ്ടോ? ഏജ് ഇൻ ഇയേഴ്സ്, ലെസ് ദാൻ 20 years, 20 to 25 years, ഗ്രേറ്റർ ദാൻ 25 years, ഇതൊക്കെ ന്യൂമറിക്കൽ വാല്യൂസാണ്. ഇത് ക്വാണ്ടിറ്റേറ്റീവിൻ്റെ അണ്ടറിലാണ് വരാം. അടുത്തത് ക്വാളിറ്റേറ്റീവ് ഡാറ്റ ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ജെൻഡർ, ഹോണസ്റ്റി, ഇൻ്റലിജൻസ്, കളർ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ന്യൂമറിക്കലി എക്സ്പ്രസ് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളൊക്കെയാണ് ക്വാളിറ്റേറ്റീവ് ഡാറ്റൻ്റെ അണ്ടറിൽ വരാം. ജെൻഡറിനെ നമുക്ക് ബോയ്സ്, ഗേൾസ് എന്നുള്ളതിൽ ക്ലാസിഫൈ ചെയ്യാം. ഇനി ഡിസ്ക്രീറ്റ് ഡാറ്റ എന്നുള്ളത്, ഡിസ്ക്രീറ്റ് ഡാറ്റ എന്ന് വെച്ചാൽ ഓരോ ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ന്യൂമറിക്കൽ വാല്യൂസ് എടുക്കുന്നതാണ് ഡിസ്ക്രീറ്റ് ഡാറ്റ എന്നുള്ളത്. നമുക്കിവിടെ ഒരു എക്സാമ്പിൾ കാണാം. നമ്പർ ഓഫ് ചിൽഡ്രൻസ് ഇൻ എ ഫാമിലി.
അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഷൂ സൈസാണ് കാണിക്കുന്നത്. അപ്പോൾ കണ്ടോ, എല്ലാം ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ഓരോ വാല്യൂസാണ്, എക്സാക്റ്റ് വാല്യൂസാണ്. ഒന്നും ഏതെങ്കിലും ഇൻ്റർവെല്ലിൻ്റെ ഉള്ളിലാണ്, അല്ലെങ്കിൽ 25.26 അങ്ങനെ ഒന്നും ഡെസിമൽ വാല്യൂസ് ഒന്നുമില്ല, ഒക്കെ എക്സാക്റ്റ് വാല്യൂസാണ് ഡിസ്ക്രീറ്റ് ഡാറ്റൻ്റെ അണ്ടറിൽ വരുന്നത്. അടുത്തത് കണ്ടിന്യൂസ് ഡാറ്റ ആണ്. കണ്ടിന്യൂസ് ഡാറ്റ എന്ന് വെച്ചാൽ ന്യൂമറിക്കൽ വാല്യൂ ലൈ ചെയ്യുന്നത് സെർട്ടൺ റേഞ്ചിൻ്റെ ഉള്ളിലായിരിക്കും. ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ കാണാം. വെയ്റ്റ് ഓഫ് എ ഗേൾ ബേബി ഓഫ് 1 month എന്ന് പറയുന്നത് 3.8 kg ആണ്. ബട്ട് എക്സാക്റ്റ് വെയ്റ്റ് എന്ന് പറയുന്നത് 3.2ൻ്റെയും 5.4ൻ്റെയും ഇടയിലാണ്. അപ്പോൾ ആ വാല്യൂസാണ് തന്നത്, റേഞ്ച് ഓഫ് വാല്യൂസാണ് ഇവിടെ തന്നത്. എക്സാക്റ്റ് വാല്യൂസ് ഇല്ല. കഴിഞ്ഞ കേസിൽ എക്സാക്റ്റ് ആയിട്ടുള്ള വാല്യൂസ് തന്നെയും ഉണ്ടായിരുന്നത്. ഇനി അടുത്തത് ക്രൊണോളജിക്കൽ ഓർ ടെമ്പറൽ ഡാറ്റ. ഡാറ്റനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തത് അത് ഒക്കെ ചെയ്തതിനനുസരിച്ച് ടൈമിനനുസരിച്ചിട്ടാണെങ്കിൽ, അല്ലെങ്കിൽ മന്തിനനുസരിച്ച്, വീക്ക്ലി അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ അതിനെ ക്രൊണോളജിക്കൽ ഡാറ്റ എന്നാണ് പറയുന്നത്. ടൈമിനനുസരിച്ച് അറേഞ്ച് ചെയ്ത ഡാറ്റ. അടുത്തത് ജിയോഗ്രഫിക്കൽ ഓർ സ്പേഷ്യൽ ഡാറ്റ ആണ്. റീജിയനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ലൊക്കേഷനെ ബേസ് ചെയ്ത് ക്ലാസിഫൈ ചെയ്യുന്നതാണ് ജിയോഗ്രഫിക്കൽ ഡാറ്റ എന്ന് പറയുന്നത്. ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ കാണാം. ഛത്തീസ്ഗഡിലെ എലക്ഷൻ 2013 2018 അതിന് കറസ്പോണ്ടിങ് ആയിട്ട് BJP, കോൺഗ്രസ് എല്ലാ പാർട്ടീസിൻ്റെ ഇതാണ് എടുത്തത്. ഇപ്പോൾ ജിയോഗ്രഫിക്കൽ ബേസിലാണ് ഈ ഡാറ്റ ക്ലാസിഫൈ ചെയ്തത്, റീജിയനെ ബേസ് ചെയ്തിട്ട്. ഇനി അടുത്തത് ഡാറ്റ നമുക്ക് സോഴ്സിൻ്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. പ്രൈമറി ഡാറ്റ, സെക്കൻഡറി ഡാറ്റ എന്നുള്ളതിൽ അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. പിന്നെ പ്രൈമറി ഡാറ്റൻ്റെ എക്സാമ്പിൾസും സെക്കൻഡറി ഡാറ്റൻ്റെ എക്സാമ്പിൾസുമാണ് നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നത്. നമ്മൾ ഡയറക്റ്റായിട്ട് കളക്ട് ചെയ്യുന്ന ഡാറ്റനാണ് പ്രൈമറി ഡാറ്റ എന്ന് പറയുക. വേറെ ആരോ കളക്ട് ചെയ്ത ഡാറ്റ നമ്മളെ സ്റ്റഡിക്ക് യൂസ് ചെയ്യുമ്പോഴാണ് സെക്കൻഡറി ഡാറ്റ എന്ന് പറയാം. പ്രൈമറി ഡാറ്റൻ്റെ സോഴ്സസ് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് കളക്ട് ചെയ്യാന്ന് വെച്ചാൽ ക്വസ്റ്റിനെയർ മെത്തേഡ് അല്ലെങ്കിൽ ഇൻ്റർവ്യൂ മെത്തേഡാണ്. സെക്കൻഡറി ഡാറ്റ വെച്ചാൽ ഏതെങ്കിലും ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അടുത്തത് ഗ്രൂപ്പ്ഡ് ഡാറ്റയും അൺഗ്രൂപ്പ്ഡ് ഡാറ്റയും എന്താണെന്നുള്ളതാണ്. ഗ്രൂപ്പ്ഡ് ഡാറ്റ എന്ന് വെച്ചാൽ ഒരു പ്രത്യേക ഗ്രൂപ്പിൻ്റെ ഉള്ളിലായിരിക്കും ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ ഏജ് 20 to 25, 20ൻ്റെയും 25ൻ്റെയും ഇടയിലുള്ള ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് 12% ആണ്. പിന്നെ അടുത്ത റേഞ്ച് കൊടുത്തത് 25 to 30 ആണ്. 25 to 30ൻ്റെ ഇടയിലുള്ള ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് 8% ആണ്. അങ്ങനെ അറേഞ്ച് ചെയ്ത ഡാറ്റയാണ് ഗ്രൂപ്പ്ഡ് ഡാറ്റ എന്ന് പറയുന്നത്. അൺഗ്രൂപ്പ്ഡ് ഡാറ്റ എന്ന് വെച്ചാൽ എത്ര ആൾക്കാർ, ഈ ഓരോ റേഞ്ചിൽ എത്ര ആൾക്കാരുണ്ടെന്ന് ഉണ്ടാവില്ല, കറക്റ്റ് ഇല്ലാതെ 28 ഇയേഴ്സ്, 27 ഇയേഴ്സ്, 23 ഇയേഴ്സ് അങ്ങനെ മാത്രമായിട്ട് കൊടുക്കുന്നതാണ് അൺഗ്രൂപ്പ്ഡ് ഡാറ്റ. അങ്ങനെയുള്ള ഡാറ്റനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി ഗ്രൂപ്പ്ഡ് ഡാറ്റ ആക്കണം. ഇനി അടുത്ത ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് സിമ്പിൾ ക്ലാസിഫിക്കേഷനാണ്. നമുക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ ജെൻഡർ എന്നുള്ള ബോയ്സ് ഗേൾസ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷനാണത്. കൂടുതൽ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല, ജസ്റ്റ് സിമ്പിളായിട്ട് വൺ വേ ഉള്ളതിൽ ക്ലാസിഫൈ ചെയ്തതാണ്. ഇനി അടുത്ത ക്ലാസിഫിക്കേഷൻ പറയുന്നത് മാനിഫോൾഡ് ക്ലാസിഫിക്കേഷനാണ്. അതിൽ ഈ ക്ലാസിഫിക്കേഷൻ കുറച്ചും കൂടി വലുതാണ്. ഈ ജെൻഡറിനെ നമ്മൾ ബോയ്സ് ഗേൾസ് എന്നുള്ളതിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്ത് ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാതെ വേറെ ഒരു ക്യാരക്ടറിസ്റ്റിക് കൂടി ബേസ് ചെയ്തിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്. ഈ ബോയ്സിനെ തന്നെ വെജിറ്റേറിയൻസ്, നോൺ വെജിറ്റേറിയൻസ് എന്നുള്ള കാറ്റഗറിയിലും ഗേൾസിനെ വെജിറ്റേറിയൻസ്, നോൺ വെജിറ്റേറിയൻസ് എന്നുള്ള കാറ്റഗറിയിലും ക്ലാസിഫൈ ചെയ്തു. പിന്നെ ആ വെജിറ്റേറിയൻസിൽ തന്നെ ഏജിൻ്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്തു. ലെസ് ദാൻ 20യും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 20. അപ്പോൾ നമുക്ക് കാണാം ഈ ജെൻഡറിനെ ആദ്യം നമ്മൾ ക്ലാസിഫൈ ചെയ്ത് ബോയ്സ് ഗേൾസ് എന്നുള്ളതിൽ, പിന്നെ ബോയ്സ് ഗേൾസിനെയും വെജിറ്റേറിയൻസ്, നോൺ വെജിറ്റേറിയൻസ് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്ത് എഗെയിൻ ഈ വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും ഏജിൻ്റെ ബേസിൽ പിന്നെയും ക്ലാസിഫൈ ചെയ്ത്. ഇതിനാണ് മാനിഫോൾഡ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയാം. അടുത്തത് നമുക്ക് ടാബുലേഷൻ എന്താണെന്ന് നോക്കാം. നേരത്തെ നമ്മൾ പറഞ്ഞു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഓരോ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ബേസിൽ നമ്മൾ കാറ്റഗറീസ് ആയിട്ട്
അറേഞ്ച് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഈ അറേഞ്ച് ചെയ്യുന്നത് നമ്മളൊരു ടേബുലർ ഫോമിലാണെങ്കിൽ ആ പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ടാബുലേഷൻ എന്നുള്ളത്. ടാബുലേഷൻ ആക്കുമ്പോൾ അതിന് certain റൂൾസ് ഉണ്ട്. റൂൾസ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ടാബുലേഷനിൽ നമ്മൾ ഒരു ഗുഡ് ടേബിൾ ആവണമെങ്കിൽ അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് പോയിന്റ്സ് ആണ് അടുത്ത പറയാൻ പോകുന്നത്. നമ്മൾ ചൂസ് ചെയ്യുന്ന ടേബിൾ എന്ന് പറയുന്നത് ആ പേപ്പറിൻ്റെ സൈസിന് സ്യൂട്ടബിൾ ആയിരിക്കണം. നമ്പർ ഓഫ് കോളംസും റോസും കൂടുതലാവാനും പാടില്ല, കുറയാനും പാടില്ല. പിന്നെ അൺനെസസറി ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഒഴിവാക്കണം. പിന്നെ എല്ലാ ഐറ്റംസും നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ അത് ആൽഫബറ്റിക്കൽ ഓർഡറിലായിരിക്കണം, അല്ലെങ്കിൽ ക്രൊണോളജിക്കൽ ഓർഡറിലായിരിക്കണം, അതുമല്ല ജിയോഗ്രഫിക്കൽ ഓർഡറിലായിരിക്കണം, അല്ലെങ്കിൽ അക്കോർഡിംഗ് ടു സൈസ് ആവണം. ഇതിലേതെങ്കിലും ഒരു ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ബേസിലായിരിക്കണം നമ്മൾ ഐറ്റംസിനെ അറേഞ്ച് ചെയ്യേണ്ടത്. പിന്നെ സബ് ടോട്ടൽസ് എല്ലാ കാര്യവും ടേബിളിൽ ഓൾറെഡി എഴുതിയിരിക്കണം. പെർസെൻറ്റേജ് ഒക്കെ മെൻഷൻ ചെയ്യേണ്ട ഡാറ്റ ആണെങ്കിൽ അതിൽ പെർസെൻറ്റേജ് മെൻഷൻ ചെയ്യണം. പിന്നെ ഡിറ്റോ മാർക്സ് ഒന്നും നമ്മൾ ആഡ് ചെയ്യാൻ പാടില്ല. അത് കൂടുതൽ കൺഫ്യൂഷനാണ് ക്രിയേറ്റ് ചെയ്യുക. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ടേബിൾ എന്ന് പറയുന്നത് അത്രയും സിമ്പിളും അട്രാക്റ്റീവും ആവണം. പിന്നെ എന്തെങ്കിലും ഒരു ലോജിക്കൽ ഉണ്ടാവണം. അല്ലാതെ കമ്പയർ ചെയ്യാൻ കഴിഞ്ഞ കോളംസൊക്കെ ഒപ്പരം വേണം പ്ലേസ് ചെയ്യാൻ. ലെങ്ത്തും ബ്രെഡ്ത്തും വെൽ ബാലൻസ്ഡ് ആയിരിക്കണം. പിന്നെ കൂടുതൽ ഡാറ്റ നമ്മൾ ടേബിളിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ഒരു ടേബിൾ തന്നെ ഇൻക്ലൂഡ് ചെയ്യാതെ കൂടുതൽ ഡാറ്റ ഉണ്ടെങ്കിൽ അത് നമുക്ക് കൂടുതൽ ടേബിൾ യൂസ് ചെയ്തിട്ട് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് ഒന്നും കൂടി റൂൾസൊക്കെ ഒന്ന് നോക്കാം. ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത് പേപ്പറിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള സൈസ് ആവണം. പിന്നെ നമ്പർ ഓഫ് റോസും കോളംസൊക്കെ ഭയങ്കര കൂടാനും പാടില്ല, കുറയാനും പാടില്ല. എല്ലാ കറക്റ്റായിട്ടുള്ള അപ്രോക്സിമേറ്റ് വാല്യൂസൊക്കെ ടാബുലേഷൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അപ്രോക്സിമേറ്റ് ചെയ്തിരിക്കണം വാല്യൂസൊക്കെ. പിന്നെ ഐറ്റംസൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ അതൊന്നെങ്കിൽ ആൽഫബറ്റിക്കൽ ഓർഡർ, ക്രൊണോളജിക്കൽ ഓർഡർ, ജിയോഗ്രഫിക്കൽ ഓർഡർ അല്ലെങ്കിൽ സൈസിനനുസരിച്ചിട്ടായിരിക്കണം അറേഞ്ച് ചെയ്യേണ്ടത്. പിന്നെ ഡാറ്റയിൽ ആ ടേബിളിൽ ആവശ്യമായിട്ടുള്ള സബ് ടോട്ടൽസൊക്കെ എന്തായാലും മെൻഷൻ ചെയ്യണം. പിന്നെ പെർസെൻറ്റേജ് മെൻഷൻ ചെയ്യേണ്ടതാണെങ്കിൽ ആ ടേബിളിൽ അത് മെൻഷൻ ചെയ്യണം. പിന്നെ ഡിറ്റോ മാർക്സ് ഒക്കെ ഒഴിവാക്കണം. ടേബിൾ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആവണം, അട്രാക്റ്റീവ് ആവണം. കമ്പയർ ചെയ്യാൻ കഴിയുന്ന കോളംസൊക്കെ ഒപ്പരം പ്ലേസ് ചെയ്യണം. പിന്നെ മെയിൻ ഹെഡിങ്, സബ് കോളംസ്, ടോട്ടൽസ് എല്ലാ കാര്യവും കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യണം. പിന്നെ കൂടുതൽ ഡാറ്റാസ് ഉണ്ടെന്നാണെങ്കിൽ ഒരു ഡാറ്റയിൽ തന്നെ എല്ലാ ഇൻഫർമേഷനും ഇൻക്ലൂഡ് ചെയ്യാതെ അതിൽ കൂടുതൽ ടേബിൾസ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഇത്രയാണ് ടാബുലേഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി അടുത്ത് നമുക്ക് ടാബുലേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് നോക്കാം. ഒരു ഇൻവെസ്റ്റിഗേഷൻ നല്ല രീതിയിൽ ക്യാരി ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ ഒരു ഡാറ്റനെ പറ്റിയുള്ള ട്രെൻഡ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ഡാറ്റനെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടിയിട്ട്, ഈ എല്ലാ കാര്യങ്ങൾക്കുമാണ് നമ്മൾ ടാബുലേഷൻ യൂസ് ചെയ്യുന്നത്. ടാബുലേഷൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് തന്നെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടും, പിന്നെ ട്രെൻഡ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, ഒരു ഡാറ്റനെ പറ്റിയിട്ടുള്ള ട്രെൻഡ് എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടും, പിന്നെ ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടിയിട്ട്, ഡാറ്റയിലുള്ള എന്തെങ്കിലും എറേഴ്സ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയാൻ വേണ്ടിയിട്ടും എല്ലാത്തിനുമാണ് നമ്മൾ ടാബുലേഷൻ യൂസ് ചെയ്യുന്നത്. എന്താണ് ടാബുലേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് നോക്കാം. ടാബുലേഷനിൽ ഡാറ്റ എന്ന് പറയുന്നത് വേരിയസ് പാർട്സ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ടോട്ടൽസ്, സബ് ടോട്ടൽസ്, മെയിൻ ഹെഡിങ്, ടൈറ്റിൽ എല്ലാ കാര്യങ്ങളും ടാബുലേഷനിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഡാറ്റ കമ്പയർ ചെയ്യാൻ വേണ്ടി കുറച്ചും കൂടി എളുപ്പമായിരിക്കും.
ഇനി ഡിഫറെൻറ്റ് പാർട്സിലുള്ള റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ന്യൂമറിക്കൽ ഫിഗേഴ്സൊക്കെ കുറച്ചും കൂടി അട്രാക്റ്റീവായ രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടാബുലേഷൻ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ടാബുലേഷൻ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്ന ഡാറ്റ മൊത്തം ബ്രീഫായിട്ട് റെപ്രസെൻ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ടാബുലേഷന് വേണ്ടിയിട്ട് നമുക്ക് ഗ്രാഫ്സും യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഡാറ്റ ടാബുലർ ഫോമിലാവുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് എല്ലാ കാര്യങ്ങളും ടേബിളിൽ നിന്നും ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും. അതോടൊപ്പം തന്നെ അതിനെ വേറെ പേർപ്പസിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. വേറൊരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഈ ടാബുലേഷൻസ് എന്ന് പറയുന്നത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. മെയിൻ യൂസ് എന്ന് പറയുന്നത് കോംപ്ലെക്സ് ആയിട്ടുള്ള ഡാറ്റനെ സിമ്പിളായിട്ട് റെപ്രസെൻ്റ് ചെയ്യാൻ കണ്ടൻസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് ഡാറ്റനെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ ഈ ടേബിൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ഡാറ്റ വേഗം അനലൈസ് ചെയ്യാൻ പറ്റും. കുറച്ചും കൂടി ചീപ്പസ്റ്റ് വേ ആണ് നമുക്ക് ഡാറ്റ പ്രസൻറ്റ് ചെയ്യാനുള്ള ചീപ്പസ്റ്റ് വേ ആണ് ടാബുലേഷൻ എന്നുള്ളത്. ഭയങ്കര സ്കാറ്റേർഡ് ആയിട്ടുള്ള ഡാറ്റ ആണെങ്കിൽ അതിനെ സമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ടാബുലേഷൻ എന്നുള്ളത്. ഈ ടേബിളിൽ നമുക്ക് കൂടുതൽ മാക്സിമം ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനും പറ്റും. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ടാബുലേഷൻ എന്താണെന്നുള്ളതാണ്. ടാബുലേഷൻ നമ്മൾ പറഞ്ഞു, ക്ലാസിഫൈ ചെയ്യുന്ന ഡാറ്റ ടേബിൾ ഫോമിലാണെങ്കിൽ നമ്മൾ അതിനെ ടാബുലേഷൻ എന്ന് പറയും. അതിൻ്റെ സർട്ടൻ റൂൾസ് എന്ന് പറയുന്നത് കോളംസ് റോസ് എന്നുള്ളത് കൂടാനും പാടില്ല കുറയാനും പാടില്ല. പേപ്പർ സൈസിന് കറക്റ്റായ രീതിയിലായിരിക്കണം ടേബിൾ നമ്മൾ ചൂസ് ചെയ്യുന്നത്. പിന്നെ ഐറ്റംസ് ഒക്കെ അറേഞ്ച് ചെയ്യുമ്പോൾ അതൊന്നെങ്കിൽ ആൽഫബറ്റിക്കൽ ഓർഡർ അല്ലെങ്കിൽ ക്രൊണോളജിക്കൽ ഓർഡർ അല്ലെങ്കിൽ ജിയോഗ്രഫിക്കൽ ഓർഡർ ഏതെങ്കിലും ഓർഡറിൽ വേണം പ്രസൻറ്റ് ചെയ്യാൻ. പിന്നെ ടേബിളിൽ ടോട്ടൽ സബ് ടോട്ടൽസ് ഒക്കെ മെൻഷൻ ചെയ്യണം. പെർസെൻറ്റേജ് മെൻഷൻ ചെയ്യേണ്ട ഡാറ്റ ആണെങ്കിൽ അതിൽ പെർസെൻറ്റേജ് മെൻഷൻ ചെയ്യണം. കൂടുതൽ ഡാറ്റ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു ടേബിൾ തന്നെ ഒതുക്കാതെ കൂടുതൽ ടേബിൾസ് യൂസ് ചെയ്യാം. കുറച്ചും കൂടി സിമ്പിളായിട്ടും അട്രാക്റ്റീവായിട്ടും നമ്മൾ ടേബിളിൽ റെപ്രസെൻ്റ് ചെയ്യണം. പിന്നെ നമ്മൾ ഡാറ്റൻ്റെ ടാബുലേഷൻ്റെ സർട്ടൻ ഒബ്ജക്റ്റീവ്സ് ആണ് പറഞ്ഞത്. ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് മെയിൻ ഒബ്ജക്റ്റീവ് അത് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടും കണ്ടൻസ് ചെയ്യാനും സ്പേസ് ഒക്കെ ഇക്കണോമിക്കലി യൂസ് ചെയ്യാൻ കഴിയാനും പിന്നെ ഡാറ്റയിലുള്ള എന്തെങ്കിലും എറേഴ്സ് ഒമിഷൻസ് ഒക്കെ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ ഒരു ട്രെൻഡ് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടും ഡാറ്റ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി ഫെർദർ റെഫറൻസിനും ഒക്കെ ആണ് ഒബ്ജക്റ്റീവ്സ് ആയിട്ട് നമ്മൾ പറഞ്ഞത്. പിന്നെ നമ്മൾ ടാബുലേഷൻ്റെ ഇമ്പോർട്ടൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ടാബുലേഷന് ഡിഫറെൻറ്റ് പാർട്സ് ഉള്ളത് കൊണ്ട് ഈ ഡിഫറെൻറ്റ് പാർട്സിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് വേഗം ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. ഡാറ്റയിൽ ഈ ടേബിളിൽ പിന്നെ ടൈറ്റിലും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പേഴ്സും ഉള്ളതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനും പറ്റും. പിന്നെ എന്തെങ്കിലും പർപ്പസിന് നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. പിന്നെ ഡാറ്റനെ ബ്രീഫ് ചെയ്യുന്നതാണ് ഈ ടാബുലേഷനിലുള്ളത്. അപ്പോൾ ഈ ബ്രീഫ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഏതെങ്കിലും ഫോമിലുള്ള ഗ്രാഫ്സ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ടാബുലേഷൻ ന്യൂമറിക്കൽ ഫിഗേഴ്സ് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി അട്രാക്റ്റീവായിട്ട് നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ പറഞ്ഞു ഈ ടാബുലേഷൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് തന്നെ കോംപ്ലെക്സ് ആയിട്ടുള്ള ഡാറ്റനെ സ്കാറ്റേർഡ് ആയിട്ട് എടുക്കുന്ന ഡാറ്റനെ നമ്മൾ സമ്മറൈസ് ചെയ്യാനും ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും മനസ്സിലാക്കാനും വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് എന്താണ് പറഞ്ഞത് ടാബുലേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞത്. ഇങ്ങനെ കോംപ്ലെക്സ് ഡാറ്റ നമ്മൾ സമ്മറൈസ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ എളുപ്പത്തിൽ അനലൈസ് ചെയ്യാൻ പറ്റും, നല്ലൊരു കൺക്ലൂഷനിൽ എത്താനും പറ്റും. ഇനി നെക്സ്റ്റ് ലിമിറ്റേഷനാണ്. മെയിൻ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഈ ടേബിളിൽ ന്യൂമറിക്കൽ ഡാറ്റാസ് മാത്രമാണ് ഉണ്ടാവുക. ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ കഴിയില്ല. പിന്നെ എക്സ്പേർട്സ് ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് ഒരു കൺക്ലൂഷനിൽ എത്താൻ പറ്റും. സാധാരണ ഒരു മനുഷ്യർക്ക് ചിലപ്പം ഈ ടേബുലർ ഫോമിലുള്ള ഡാറ്റ കണ്ടാൽ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അതാണ് ഇതിൻ്റെ മെയിൻ ഡീമെറിറ്റ്സ് ആയിട്ട് അല്ലെങ്കിൽ ലിമിറ്റേഷൻസായി വരുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനും ഫ്രീക്വൻസി ടേബിൾസും ഒക്കെ ഡിസ്കസ് ചെയ്യാം.